വ്യക്തി നിങ്ങളെ സ്നേഹം നടിച്ചു വഞ്ചിക്കുകയായിരുന്നു. ആ വ്യക്തിയുടെ ജെനുവിനിറ്റി നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി, അത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, കൊളീഗ് ആയിക്കോട്ടെ, ബന്ധു ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു. നൈറ്റ് ഓഫ് വോൺസ്, 9 ഓഫ് വോൺസ്, ഹാങ്ഡ് മാൻ, 4 ഓഫ് സോർഡ്സ്, 7 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് വോൺസ്. നൈറ്റ് ഓഫ് വോൺസും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സും പറയുന്നത് തുടക്കത്തിൽ അവർ വളരെ സ്നേഹമുള്ളവരായി അഭിനയിച്ചിട്ടുണ്ടാകാമെന്നാണ്. ഒരു നല്ല തുടക്കമായിരുന്നു അത്. പക്ഷെ ഇവിടെ 7 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ഈ നുണകൾ കാരണം നിങ്ങൾ ഇപ്പോൾ മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തോ നിങ്ങളോട് മറച്ചു വെച്ച് പെരുമാറുന്നത് കൊണ്ട് മാനസികമായിട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണ്. 9 ഓഫ് വോൺസും അതുപോലെ തന്നെ 4 ഓഫ് സോർഡ്സും സൂചിപ്പിക്കുന്നതാണ് അവർ നിങ്ങളുടെ ഊർജ്ജത്തെ ഒപ്പിയെടുക്കുകയാണ്. ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് മാറി ചിന്തിക്കാൻ സമയമായി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. 8 ഓഫ് വോൺസ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ വേഗത്തിൽ, എന്ത് തന്നെയാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നതെങ്കിലും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുമെന്നാണ്. നിങ്ങളുടെ സ്നേഹം അർഹിക്കാത്ത ആളുകളാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ച് അവരുടെ ലാഭത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അതെന്തായാലും പ്രപഞ്ചം ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ഒരു മെസ്സേജോ അറിയിപ്പോ എന്തെങ്കിലുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തെളിവുകളോടെ അത് വരാൻ പോകുന്നു. അവർ നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ബൈ.